വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡുവാ ഡ്രിങ്ക് ക്രാഫ്റ്റ്. ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ അടിപൊളിയായിട്ടൊരു പേപ്പർ സോപ്പായിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് പേപ്പർ സോപ്പിൻ്റെ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ചെയ്യാനുള്ള ടൈം പരിധി കൊണ്ടാണ് ഞാൻ ചെയ്യാറുന്നത്. പക്ഷേ ഇന്ന് എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ആ ഒരു വർക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, പേപ്പർ സോപ്പൊക്കെ നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ 40 രൂപയ്ക്കാണ് പ്രൈസിലെ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പേപ്പർ സോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ കുറേ പരീക്ഷിച്ചതാണ് പേപ്പറിലൊന്നും സെറ്റ് ആവില്ല കേട്ടോ. ഏറ്റവും നല്ല നീറ്റായിട്ട് നമുക്ക് സെറ്റായി നല്ല പതയൊക്കെ വരുന്ന ഒരു കാര്യമുള്ളൂ ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഒരുപാട് ടിഷ്യൂ ഒക്കെ ഉണ്ടാവും അല്ലേ, നമ്മൾ കൈ തുടച്ചും അതുപോലെ നമ്മൾ അനാവശ്യമായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ പിച്ചി ചിന്തി കളയുന്ന ഒരുപാട് ടിഷ്യൂ പേപ്പർ ഉണ്ടാവും. അപ്പോൾ ഒറ്റ ടിഷ്യൂ മതി അടിപൊളിയായിട്ട് കുറേ സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും, കാരണം ടിഷ്യൂ ഭയങ്കര കട്ടിക്കുറവല്ലേ. അപ്പോൾ ഉണങ്ങി കിട്ടാൻ ഇതുപോലെ ഒരു ടിഷ്യൂ ഇങ്ങനെ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ടി കുറഞ്ഞിട്ടുള്ള ടിഷ്യൂ തന്നെയാണ്, എല്ലാ ടിഷ്യൂ പേപ്പർ പോലെ തന്നെ കേട്ടോ. പിന്നെ ഇവിടെ ചെറിയ കുത്തു പണികളൊക്കെ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ ടിഷ്യൂൻ്റെ യൂസും ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്ത് ഇങ്ങനെ വെച്ചു കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഹാൻഡ് വാഷ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കുട്ടികളെ പ്രിയപ്പെട്ട ചോപ്പ് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. ചോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് കേട്ടോ. അപ്പോൾ ചോപ്പിട്ട് കളിക്കാൻ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചോപ്പ് എന്നാണ് അവൾ പറയുക, അങ്ങനെയാണ് ഞാൻ ചോപ്പ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ നമുക്ക് നല്ലൊരു സോപ്പ് പോലത്തെ എന്തെങ്കിലും ലിക്വിഡാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സോപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചിരണ്ടി എടുത്തിട്ട് കുറേ വെള്ളത്തിലൊക്കെ കളിക്കുക അങ്ങനെ അടിച്ചു കൊടുക്കണം. അതിൽക്കാളും ഏറ്റവും ബെറ്റർ നമ്മളെ കയ്യിൽ ഹാൻഡ് വാഷ് ഉണ്ടെങ്കിൽ ഹാൻഡ് വാഷ് തന്നെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഹാൻഡ് വാഷ് കിട്ടാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബോഡി വാഷാണ് കേട്ടോ. ബോഡി വാഷോ ഇത്രയും വിലപ്പെട്ട സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ കളിക്കുക എന്നല്ലേ, അതൊന്നും വിചാരിക്കേണ്ട. ഞാനിപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് പെട്ടെന്നൊരു വർക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ ബോഡി വാഷ് എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ലൊരു സ്മെല്ലാണ് ഈ ആറ്റിലിട്ട് കേട്ടോ. അപ്പോൾ അത് വെച്ച് എടുക്കുന്നതിൽ എനിക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യണമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ വളരെ കട്ടി കുറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിന്നായിട്ട് കുറേ ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ, കുറച്ച് തന്നെ മതി. എന്നാൽ അതിന് നല്ല രീതിയിൽ പതയുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ എടുക്കുന്നത് ഇതുപോലെ ഒരു ബ്രഷാണ് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു പെയിൻറ്റിങ് പണിയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ഹാൻഡ് വാഷ് വെച്ചിട്ട് ഒരു പെയിൻറ്റിങ് ചെയ്തില്ല എന്ന് വേണ്ട. അപ്പോൾ ഇതുപോലെ ഞാനിത് നല്ല രീതിയിൽ എല്ലായിടത്തേക്കും ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഉണങ്ങി കിട്ടണം. അപ്പോൾ വെയിലാണ് ഇല്ലാത്തത്, ഇന്ന് മഴക്കാരൊക്കെ മൂടിയിരിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ഇത് ഉണങ്ങി കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് കുറേ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ സോപ്പിട്ട് ചാക്കിലാക്കാൻ ഇതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം ഇപ്പോൾ ട്രെൻഡിങ് ഇതാണല്ലോ. എന്തിന് 2.5 വയസ്സ് എൻ്റെ മോൾക്ക് വരെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാം ഇതിലും പ്രായമുള്ള കുട്ടികളൊക്കെ അവസ്ഥ കേട്ടോ. അപ്പോൾ സ്കൂളിലൊക്കെ കുട്ടികൾ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ടീച്ചർമാരൊക്കെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നു. ഒരുപാട് പേരൻസ് പറഞ്ഞ് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന നനഞ്ഞിരിക്കുന്ന പോർഷൻസ് കേട്ടോ. പിന്നെ ഇത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഇതിലേക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. അവിടെയാണ് ഇനി കളി വരുന്നത്. ഉണക്കിയെടുത്തതിന് ശേഷം അടിപൊളിയായിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഹാർട്ട് ഷേപ്പും അതുപോലെ സർക്കിൾ അതുപോലെ ഹെക്സഗണൽ സ്ക്വയർ അങ്ങനെ ഒരുപാട് ഷേപ്പുകളുണ്ട് അല്ലേ. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലൊക്കെ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കാം, അങ്ങനെ നമ്മൾ ഇഷ്ടത്തിന് നമുക്ക് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്ന് ഉണക്കി എടുക്കട്ടെ കേട്ടോ. ഇനി സംഭവം അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല അല്ലേ, പഴയ പോലെ തന്നെ ടിഷ്യൂ ഇരിക്കുന്ന പോലെ തന്നെ ആയി, നല്ല ഉണങ്ങി കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് പഴയ പോലെ തന്നെ നടുവൊക്കെ ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് നല്ല മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ 2 ദിവസത്തെ എടുത്ത വീഡിയോ ആണ് കേട്ടോ, ഒറ്റതിൽ സെറ്റ് ചെയ്തതല്ല. കാരണം ഇത് നല്ല രീതിയിൽ ഞാനൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഇത്രയും ബെസ്റ്റായിട്ട് മടക്കാൻ തന്നെ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് നല്ല ചെറുതാക്കിയൊക്കെ ഒന്ന് മടക്കി കൊടുത്തു കേട്ടോ. കാരണം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എത്രത്തോളം ഞാൻ ചെറുതാക്കി മടക്കുന്നുണ്ടെന്ന്. ഇങ്ങനെയൊക്കെ ഒന്ന് മടക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇഷ്ടത്തിന് ചെറിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഷേപ്പുകൾ നമുക്കിതിൽ വരച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി മടക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഒന്നുകൂടി മടക്കാം. ഇനി അല്ലെങ്കിൽ ഇവിടെ രണ്ട് ഷേപ്പുകളൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരെണ്ണം ഒരു ഹാർട്ട് ഷേപ്പിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വരച്ചിട്ട് കട്ട് ചെയ്യണമെങ്കിൽ വരച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ. നമുക്കിതൊരു പെൻസിൽ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ വരച്ചിട്ട് അതേ ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സർക്കിൾ, അതുപോലെ തന്നെ ഒരു സ്ക്വയർ, പിന്നെ ഒരു ഹാർട്ട് ഷേപ്പ്, ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് കട്ട് ചെയ്യാം കേട്ടോ. ഇനി കട്ട് ചെയ്ത് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്കിത് ഇങ്ങനെ മാറ്റിയെടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഓരോന്നോരോന്നായിട്ട് പറിച്ചിങ്ങനെ മാറ്റുന്നുണ്ട്. ഓക്കെ, കട്ട് ചെയ്തത് കുറേ ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രയൊന്നും വേണ്ട. അതുപോലത്തെ ഓരോരോ കുഞ്ഞു പേപ്പേഴ്സാക്കി മാറ്റാം കേട്ടോ. ഒക്കെ ഉണ്ടോ, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെയല്ല നമ്മൾ കുട്ടികളെ കയ്യിൽ നമ്മൾ കാണാറ്. അപ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒരുപാട് സർക്കിളുകൾ ഇതുപോലെ തന്നെ ഇതിലുണ്ട് കേട്ടോ. കണ്ടോ, ഒരു സർക്കിളല്ല, അങ്ങനെ ഒരുപാട് സർക്കിളുകളുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കൊന്ന് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ വാഷ് ചെയ്യാനായിട്ട് പൈപ്പിനെ അങ്ങോട്ട് പോയി വീഡിയോ സെറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു ബോട്ടിൽ എടുക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാല്ലേ, അടിപൊളി ബോട്ടിലാണ്, ഞാൻ പുതിയ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളെ കാര്യം ബോട്ടിലല്ല. ഇപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കയ്യിൽ സോപ്പാക്കിയിട്ടൊന്ന് ഉരച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ കയ്യിൽ കണ്ടോ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമാണേ, കൈയൊന്ന് വെള്ളത്തിലൊന്ന് നനയ്ക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു പേപ്പർ സോപ്പ് വെച്ചിട്ട് ഒന്ന് പതപ്പിച്ച് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സോപ്പ് വെച്ച് ഇതുപോലെ ഇട്ട് ഇങ്ങനെ ഒന്ന് പതപ്പിക്കുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇത്രയും പത കിട്ടുമെന്ന് ഞാൻ തന്നെ പ്രതീക്ഷിച്ചില്ല. അടിപൊളിയല്ലേ.
ഓക്കെ, ഇത് പേപ്പർ സോപ്പിനേക്കാളും പതം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. എനിക്ക് പേപ്പർ സോപ്പ് കണ്ടപ്പോൾ ഇത്ര പതൊന്നും തോന്നിയില്ല. ഇത് അടിപൊളിയാണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.